ശ്യാം ലോലിറ്റയെ അവിടെ വില്ലത്തിയായിട്ട് കാണുമ്പോൾ അത് ശ്യാമിന്റെ തന്നെ പോയിന്റ് ആണോ? കാരണം ശ്യാം ഇത് തന്നെയാണ് പറയാൻ പോകുന്നതെന്ന് അവിടെയുള്ള എല്ലാവരും പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതായത് ടാഷിയെ ഒരു ഹീറോ ആയിട്ടും ലോലിറ്റയെ അവിടെ വില്ലത്തിയാക്കും എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയായിരുന്നു. ഒരുവിധം നമുക്കും മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ സോനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, സോനയ്ക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് എന്ന് നമുക്ക് കൂടെ തോന്നുന്ന ഒരു വ്യക്തിയാണ് ലോലിറ്റ. സോ സോനയും ശ്യാമും തമ്മിൽ നല്ലൊരു കമ്പനി അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മാത്രമല്ല, ഞാൻ ഇന്നലത്തെ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് സോനയുടെ സോന അവിടെ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാങ്ങിനകത്തുള്ള 2 മെമ്പേഴ്സിൽ ഒരാളാണ് ശ്യാം. മറ്റൊരു മെമ്പർ എന്ന് പറയുന്നത് ഷിബിനയാണ്. ഷിബിന തനിച്ച് നിന്ന് കളിച്ചാൽ സൂപ്പറായിട്ട് കളിക്കും. പക്ഷേ ഷിബിന സോനയുടെ ആ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വലയത്തിലേക്ക് പോകുന്നുണ്ട്. സോ എന്തായാലും ശരി, ശ്യാം അവിടെ ലോലിറ്റയെ ഒരു വില്ലത്തിയാക്കി പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ സേഫ് ഗെയിം ആണ് കളിക്കുന്നത്. വലിയ റിസ്ക് ഒന്നും എടുക്കാതെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഉപയോഗിച്ച് ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും എൽദോ, രാകേഷ്, ഷിജുലാൽ തുടങ്ങിയവരുടെ ഒരു സപ്പോർട്ട് നേടാനൊക്കെ ലോലിറ്റയ്ക്ക് കഴിയുന്നുണ്ട്. സോ ലോലിറ്റ ഗെയിം കളിക്കുന്നില്ല എന്നല്ല, പക്ഷെ സ്വന്തം കൈക്ക് വലിയ പരിക്കൊന്നും ഏൽപ്പിക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ബിഗ് ബോസിനകത്ത് ഫിസിക്കൽ ടാസ്ക് മാത്രമല്ല വേണ്ടത്. ഫിസിക്കൽ ടാസ്കിന്റെ കൂടെ തന്നെ കുറച്ച് പേരെയൊക്കെ കൂടെ നിർത്തി തന്നെ കളിക്കേണ്ട, സേഫ് ഗെയിമും കളിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് വരും.